ഇനി നമുക്ക് ചെങ്ങന്നൂരിലേക്ക് പോകാം. ശരൺ എസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. ശരൺ, ഗുഡ് മോർണിംഗ്. മാത്രമല്ല ഈ അപ്പർ കുട്ടനാട്ടിലും ശരൺ ചെങ്ങന്നൂരിലാണുള്ളത്, മുഴുവനും വെള്ളമാണ് എന്നാണ് പ്രേക്ഷകരൊക്കെ പറയുന്നത്. ചെങ്ങന്നൂരിലെ സാഹചര്യം എന്താണ്? ഇപ്പൊ നമുക്ക് ഈ പാണ്ടിക്കാട് മേഖലയ്ക്ക് ഓർമ്മയുണ്ട്, 2018 പ്രളയത്തിന്റെ സമയത്ത് വലിയ പ്രശ്നം ഉണ്ടായ സ്ഥലമാണ്. ഇപ്പൊ ചെങ്ങന്നൂരിലെ ഒരു പൊതു സാഹചര്യം എന്താണ്? മാധു, ഗുഡ് മോർണിംഗ്. എന്തായാലും ചെങ്ങന്നൂരിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ആശ്വാസകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചെങ്ങന്നൂരിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പല ഇടങ്ങളിൽ, അതായത് പാണ്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ പോരുന്നതാണ്. അവിടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന തലവടി എന്നുള്ള സ്ഥലമാണ്. ഇത് താഴ്ന്ന പ്രദേശമാണ്. ഈ താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ പാടങ്ങൾ, ഈ വീടുകൾ പാടങ്ങളാൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ്. ഇവിടെ നിന്ന് ചെറിയ തോതിൽ മാത്രമാണ് വെള്ളം ഇറങ്ങുന്നതാണ്. കൃത്യമായി തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മഴയ്ക്ക് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ തന്നെ ശമനം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ വെള്ളം കാര്യമായി ഇറങ്ങുന്നില്ല, ചെറിയ തോതിൽ മാത്രമാണ് വെള്ളം ഇറങ്ങുന്നത്. അങ്ങനെ ഈ പ്രദേശം ആകെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു അമ്മ ഒരു വീട്ടിൽ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അമ്മയുമായിട്ട് നേരത്തെ സംസാരിച്ചിരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇതേ സാഹചര്യം മാത്രമാണ്. അമ്മ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ അമ്മയെ ഒരു ആശുപത്രിയിലേക്ക്, അതായത് ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ ഇവിടെ മാത്രമാണ് ഇവിടെ കഴിയുന്നത്. അമ്മ, എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം? 4 ദിവസമായിട്ട് ഇങ്ങനെ തന്നെ വെള്ളം ഞങ്ങൾ തണുപ്പായിട്ട് വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. വെള്ളോട്ടിറങ്ങാനോ യാത്ര ചെയ്യാനോ കടയിൽ പോയി സാധനം മേടിക്കാനോ പറ്റത്തില്ല. ഒരുപാട് നീന്തി പോകണം. ആരെങ്കിലും കുട്ടികൾ സാധനം എന്തെങ്കിലും ഒരു ഏത്തപ്പഴമോ, പിന്നെ ഗ്യാസിൽ ക്യാമ്പിലോട്ട് മാറാത്ത വീടിനകത്ത് വെള്ളമില്ല. അതുകൊണ്ട് പിന്നെ ക്യാമ്പിൽ ചെന്നാൽ നമുക്ക് വെട്ടമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ആളെല്ലാം കൂടിയാണ്. ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഭക്ഷണം അവിടെ പറ്റത്തില്ല. ചില മനുഷ്യരൊക്കെ തന്നെ ക്യാമ്പിലേക്ക് പോയി, വീട്ടിലൊക്കെ കുറേയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. അവിടെ ഭക്ഷണമൊന്നുമില്ല, ആളിങ്ങനെ വാണ്ടറിങ്ങാ. ഭക്ഷണം ഇല്ല, അരിയില്ല, ആരും എത്തിച്ചിട്ടായിട്ട് അറിയില്ല. എന്നും പോകുന്നതാണ് രാവിലെ. അപ്പോൾ അരി വന്നില്ല, ഞങ്ങൾ പോരുവാന്ന് പറയും. പിന്നെ ഒരുപാട് വെള്ളമുണ്ട്, നീന്താൻ പറ്റത്തില്ല. തണുപ്പ് വന്നിട്ടും വലിയ ബുദ്ധിമുട്ടാണ് വീടിനകത്തിരിക്കുന്നവർക്കില്ല. ഇതാണ് ഈ തലവടി എന്നുള്ള പ്രദേശത്തുള്ള ആളുകൾ നേരിടുന്ന വലിയ ദുരിതമാണ്. ഈ തോട്ടപ്പള്ളി സ്പില്വേയിലടക്കം നമ്മൾ ഇന്നലെ ആ വാർത്തയൊക്കെ പുറത്തുവിട്ടിരുന്നതാണ്. അവിടെ ഈ നീരൊഴുക്ക് തടസ്സമാകുന്ന മാലിന്യം അവിടെ കെട്ടി നിൽക്കുന്നതും, ഒപ്പം തന്നെ ഇത് കടലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, സുഗമമായി പോകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആനുപാതികമായി തന്നെ പൊടി മുറിക്കേണ്ടതുണ്ട്. അങ്ങനെ പൊടി മുറിക്കാത്തൊക്കെ തന്നെ ഈ പ്രദേശങ്ങളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ പൊടി മുറിക്കാനുള്ള നടപടികൾ, നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ പൊടി മുറിക്കാനുള്ള നടപടികൾ കൂടി ഊർജിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വൈകാതെ തന്നെ വെള്ളം ഇറങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഈ ഉള്ള പ്രദേശത്തുള്ള ആളുകൾക്കുള്ളത്. എന്തായാലും ചെങ്ങന്നൂർ താലൂക്കിലടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ അപ്പർ കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാക്കുന്നതെന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ട് തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ ഈ തലവടി എന്ന പ്രദേശത്തെ, പ്രത്യേകിച്ച് തലവടി, മുട്ടാർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കൊന്നും വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. കാരണം റോഡിലൊക്കെ തന്നെ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ആ റോഡിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും വെള്ളം മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എത്തിയപ്പോഴാണ് ഇവിടുത്തെ ഒരു ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. മൊത്തം ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. അതിൽ വലിയ മാറ്റമൊന്നും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും വരും മണിക്കൂറുകൾ മഴ കണക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരെ സംബന്ധിച്ച് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഈ വെള്ളം ഇറങ്ങിപ്പോകാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഇവിടെ നിരവധി വീടുകളാണുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് വരുമ്പോൾ അധികം വീടുകൾ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ പാടത്തിന് ചുറ്റുമായി തന്നെ ഒരുപാട് വീടുകളുണ്ട്. ഈ വീടുകളിൽ നിന്ന് ആളുകളെ, അതായത് നേരത്തെ വെള്ളം ഇത്തരത്തിൽ പൊങ്ങിയോടുകൂടി പല വീടുകളിൽ നിന്ന് ആളുകളെ ക്യാമ്പുകളിലേക്ക് തന്നെ മാറ്റിയിരുന്നതാണ്. ചില ആളുകൾ ഇവിടെ കഴിയുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ ഇവിടേക്ക് എത്തിച്ചു നൽകുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, എസ് എസ് സാറിനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ചെങ്ങന്നൂരിൽ ഇപ്പോഴും പ്രശ്നമുണ്ട് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെങ്ങന്നൂരിൽ നിന്ന് ഇനിയും ഒരുപാട് വെള്ളം ഇറങ്ങി പോകേണ്ടതുണ്ട്, അവർക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ എന്നുള്ളതാണ്.